ആരാധ്യ ദിവ്യ മഹാമഹിമശ്രീ ഓരോ ഇതാ ഈ ദേവാലയത്തിൽ ലക്ഷ്യം കൊണ്ട് മതിമറക്കുന്ന ദിവസമാണ് ഇന്ന്. വിശുദ്ധന്മാരുടെ നേതൃത്വത്തിലേക്ക് ഇന്ന് ഒരു വിശുദ്ധനെ കൂടി ചേർക്കപ്പെടുന്നു. വിശുദ്ധ അകമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇടയന്മാരുടെ വിഷമാണ്. ഇത് സഭയുടെ അസുലഭമായ സന്ദർഭമാണ്. ഇന്ന് ദേശത്ത് അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. ഇന്ന് തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്നു, അനുഗ്രഹങ്ങളെ പ്രവഹിക്കുന്നു. ഇന്നലെ വരെ മൂടി നിന്ന പ്രകൃതി, ഇന്നലെ വരെ കോരിച്ചൊരിയുന്ന മഴ, എന്നാൽ ഇന്ന് പ്രകൃതി പോലും അനുഗ്രഹിക്കപ്പെടുന്നു. വികാരങ്ങള് നിറയപ്പെടുന്നു. ഭക്തി സാന്ദ്രതയാൽ അണപൊട്ടുന്ന നിമിഷം ദേവാലയ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിൽ ഒരേ ഒരാഗ്രഹം, പരിശുദ്ധ പിതാവിനെ ഒന്ന് ദർശിക്കണം. വിശ്വാസികളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന, പരിശുദ്ധനായ പൗലോസ് മാർ കൂറിലോസിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ പത്രീസ്മാരെ ഒന്ന് കാണുവാൻ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷം, സ്വർഗം തുറക്കപ്പെടുന്ന സമയം. മലങ്കര സഭാമക്കളെ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടി, മലങ്കര സഭാമക്കൾക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി, പൗലോസ് മാർ കൂറിലോസിനെ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി, ഇടയന്മാരുടെ ഇടയൻ, പിതാക്കന്മാരുടെ പിതാവ്, പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പത്രോസിന്റെ ബെൻഗാമി മോറൻ മൊറിഗ്നാത്യോസ് സാഖാ പദമൻ പാത്രിക്കീസ് ബാബ ഇതാ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പരിശുദ്ധ പിതാവിനെ ഒരു നോക്ക് കാണുവാൻ പരിശുദ്ധ അസുലഭമായ സന്ദർഭമാണ്. ഇന്ന് ദേശത്ത് അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. ഇന്ന് തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്നു, അനുഗ്രഹങ്ങളെ പ്രവഹിക്കുന്നു. ഇന്നലെ വരെ മൂടി നിന്ന പ്രകൃതി, ഇന്നലെ വരെ കോരിച്ചൊരിയുന്ന മഴ, എന്നാൽ ഇന്ന് പ്രകൃതി പോലും അനുഗ്രഹിക്കപ്പെടുന്നു. വികാരങ്ങള് നിറയപ്പെടുന്നു. ഭക്തി സാന്ദ്രതയാൽ അണപൊട്ടുന്ന നിമിഷം, ദേവാലയ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിൽ ഒരേ ഒരാഗ്രഹം, പരിശുദ്ധ പിതാവിനെ ഒന്ന് ദർശിക്കണം. വിശ്വാസികളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന, പരിശുദ്ധനായ പൗലോസ് മാർ കൂറിലോസിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ പത്രീസ്മാരെ ഒന്ന് കാണുവാൻ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷം, സ്വർഗം തുറക്കപ്പെടുന്ന സമയം. മലങ്കര സഭാമക്കളെ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടി, മലങ്കര സഭാമക്കൾക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി, പൗലോസ് മാർ കൂറിലോസിനെ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി, ഇടയന്മാരുടെ ഇടയൻ, പിതാക്കന്മാരുടെ പിതാവ്, പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പത്രോസിന്റെ ബെൻഗാമി മോറൻ മൊറിഗ്നാത്യോസ് സാഖാ പദമൻ പാത്രിക്കീസ് ബാബ ഇതാ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പരിശുദ്ധ പിതാവിനെ ഒരു നോക്ക് കാണുവാൻ, പരിശുദ്ധ പിതാവിന്റെ മുഖമൊന്ന് ദർശിക്കുവാൻ അനേകം വിശ്വാസികള് ഈ ദേവാലയത്തിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്.
തള്ളയെ ഞങ്ങൾ മറന്നാലും അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോയ്ക്കായെ മറക്കില്ല എന്ന മുദ്രാവാക്യം വിളികളുമായി വിശ്വാസികൾ പരിശുദ്ധ ബാവയെ എതിരേൽക്കുന്നു. ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്. മണ്ണിലും വെണ്ണിലും തൂണിലും തുമ്പിലും തുരുമ്പിലും അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് വിശ്വാസികൾക്ക് വാഴ്വുകൾ നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ഇതായി ദേവാലയത്തിലേക്ക് എഴുന്നള്ളുന്നു. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന സമയം, ഓരോ സഭാവിശ്വാസിയുടെയും ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനാ മന്ത്രം, ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രഖ്യാപനം. അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോയ്ക്കായ മറക്കില്ല. അന്ത്യോയ്ക്ക പാത്രിയർക്കീസ് നീണാൽ വാഴട്ടെ, അന്ത്യോയ്ക്ക പാത്രിയർക്കീസ് നീണാൽ വാഴട്ടെ എന്ന പ്രഖ്യാപനവുമായി വിശ്വാസികള് പരിശുദ്ധ ബാവയെ ഈ ദേവാലയത്തിലേക്ക് ആനയിക്കുകയാണ്. അന്ത്യോയ്ക്ക മലങ്കര ബന്ധം, അന്ത്യോയ്ക്ക മലങ്കര ബന്ധം, അന്ത്യോയ്ക്ക പാത്രിയർക്കീസ് മോറൻ മോർ ഇഗ്നാത്യോസ് സാഖ പ്രഥമൻ പാത്രിയർക്കീസ് ബാവ, അന്ത്യോയ്ക്ക മലങ്കര ബന്ധം, അബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ, അന്ത്യോയ്ക്ക പാണമ്പടി ബന്ധം, അന്ത്യോയ്ക്ക പാണമ്പടി ബന്ധം, അന്ത്യോയ്ക്ക പാത്രിയർക്കീസ്. വിശുദ്ധമായ ചടങ്ങുകളുടെ സമാരംഭിക്കുകയാണ്. പൗലോസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ചടങ്ങുകൾ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവിനെ, പൗലോസ് മാർ കൂറിലോസ് തിരുമനസിനെ بس ما تكبش بحقهم مثل هللويا هللويا ملك صومين يمينه وقيامك بسبه هللويا هللويا نصر رمال كل صفر بارك مور والروح قديشه من علماء من علماء من ربعه صلافين شبارا دمهني ليدونا وميني نبدرمي القلان صومن قال اذكر يا ليسونا نلو الموت وصان وصلو صوت ويشور الناس والابرو والروح قد يشطوبك شوبنا بصلي بقمور يشوف بصلص مريم دلتا أبرو باطل منا فهوص شبط ആരെയും ആക്ഷേപിക്കരുത്, ആരെയും നിരസിക്കരുത്. പരിശുദ്ധ ബാവ കേരളത്തിലെ പള്ളികളിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് കൊടുത്ത കേസ് കോടതി നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഒരു നകളി ഞാൻ കൈ ഉയർത്തിയാൽ നിർത്തണമെന്നുള്ളത് പ്രമാണമാണ് യാക്കോബായക്കാരുടെ. ആരെയും ആക്ഷേപിക്കരുത്, ആരെയും നിരസിക്കരുത്. ദൈവം ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ മഴ മാറി നിന്നത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇന്നലെയും നാം കണ്ടു, തിരുവല്ലായിലും പരിസര പ്രദേശങ്ങളിലെല്ലാം